സോ ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ കൂട്ടുകാർ നമ്മുടെ ഇടയ്ക്ക് ഡെയിലി ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഒരു ഉത്തരവുമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ട്യൂട്ടോറിയലുമായിട്ടാണ്. തമ്മിൽ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെ കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒറിജിനാലിറ്റിയോടുകൂടി നമുക്ക് ബസ്സിൽ പിക്കുകൾ യൂസ് ചെയ്ത് ഒറിജിനൽ ബസ്സുകളെ പോലെ ലൈവ് എഡിറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോ. അപ്പം നമ്മൾ ചാനലിൽ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ വോയിസ് ഓവർ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു, ജസ്റ്റ് സ്പീഡിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ കാണിച്ചങ്ങ് പോയത്. അപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കത്തില്ല, നല്ല രീതിയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. മാത്രമല്ല ഇത് പാർട്ടായിട്ടുള്ളൊരു സീരീസ് ആയിരിക്കുന്നതായിരിക്കും. അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ കുറച്ച് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാൻ പോവുകയാണ്. ഈ ഒരു സീരീസാണ് നമ്മളിനി തുടങ്ങാൻ പോകുന്നത്, അതായത് ബെസ്റ്റ് എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ സീരീസ്. അപ്പോൾ ഓരോ വീഡിയോയ്ക്കും ഓരോ വ്യൂ മൈൽ സ്റ്റോണും ഓരോ ലൈക്ക് മൈൽ സ്റ്റോണും കാണുന്നതായിരിക്കും. ഇത് രണ്ടും അച്ചീവ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾ കമൻറ്റിൽ ആവശ്യപ്പെടുന്ന അടുത്ത ട്യൂട്ടോറിയൽ നമ്മൾ തൊട്ടടുത്ത ഡേറ്റുകളിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ബട്ടൺ അടിക്കുക. ഈ വീഡിയോയുടെ വ്യൂ മൈൽ സ്റ്റോൺ എന്ന് വെച്ചാൽ 1K വ്യൂസാണ്, അതേപോലെ ഒരു 100 ലൈക്കും. സിമ്പിളാണ്. നമ്മുടെ ചാനൽ നോർമലി അച്ചീവ് ചെയ്യുന്നൊരു ഗ്രൗണ്ടാണ്, എന്നാലും ഫസ്റ്റ് മൈൽ സ്റ്റോൺ നമ്മൾ സിമ്പിളായിട്ട് വെച്ചേക്കാമെന്ന് കരുതി. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ വേണ്ടത് 3 ആപ്ലിക്കേഷൻസ് ആണ് മെയിനായിട്ടും. നമ്മളിപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ജസ്റ്റ് നിങ്ങൾ ബസ്സിലേക്ക് വരികയാണ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഏറ്റവും ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് പോലും അറിയത്തില്ല എന്നുള്ളവർ കൂട്ടുകാർക്ക് വേണ്ടിയാണ് ആദ്യമേ പറഞ്ഞുതരാൻ പോകുന്നത്. പിന്നീട് നമ്മൾ വലിയ രീതിയിലുള്ള എഡിറ്റിങ്ങിനെ പറ്റി പറഞ്ഞു തരുന്നതായിരിക്കും. 3 ആപ്ലിക്കേഷൻ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തേത് നമ്മുടെ ബെസ്സിഡ് തന്നെയാണ്. ബെസ്സിഡ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ആയിരിക്കും, കാരണം ഇതാണ് നമ്മുടെ മെയിൻ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ സോഴ്സ്. ഇതിൽ നിന്ന് പിക്ക് എടുക്കുക, ആ പിക്കായിരിക്കും നമ്മൾ പിന്നീട് എഡിറ്റ് ചെയ്യുക. അപ്പോൾ അതിന് മുന്നേ പിക്ക് എടുക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ആ മൂഡ് കയ്യിൽ വേണം, അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിന് ചേരുന്നൊരു ലിവറിയും കയ്യിൽ വേണം. ഇത് രണ്ടും നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി അതിനെപ്പറ്റിയും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മളത് ചെയ്യുന്നതായിരിക്കും. രണ്ടാമതായിട്ട് പിക്സൽ ലാബ് എന്നൊരു ആപ്ലിക്കേഷനാണ്. പിക്സൽ ലാബ് പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന വേരിയൻറ്റ് തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ മാക്സിമം നെറ്റ് ഓഫ് ആക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം ഇത് നെറ്റ് റിക്വയർഡ് ആപ്ലിക്കേഷൻ അല്ല. അപ്പോൾ മൊബൈൽ നെറ്റ് ഓഫ് ആക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഡിൻ്റെ ശല്യം ഒഴിവായിട്ട് കിട്ടും. പിന്നീട് നമുക്ക് മെയിനായിട്ട് നമ്മുടെ എഡിറ്റിങ്ങിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് പിക്സാർട്ട്. പിക്സാർട്ട് നമ്മുടെ പ്ലേ സ്റ്റോർ വേരിയൻറ്റിനേക്കാളും ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുക നമ്മുടെ ഒരു 9 അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ളൊരു വേരിയൻറ്റുകളാണ്. കാരണം പുതിയ അപ്ഡേറ്റുകളിൽ പിക്സാർട്ട് അതിൻ്റെ എഡിറ്റിംഗ് കപ്പാസിറ്റി നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. അതിന് ക്വാളിറ്റി കപ്പാസിറ്റി ഇപ്പോൾ ഏകദേശം 8 മെഗാ പിക്സൽ വരെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇതെന്ന് വെച്ചാൽ അത്യാവശ്യം പഴയ വെർഷനാണ്, ഇത് ഇപ്പോഴും വർക്കിംഗ് ആണ്. ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റിൻ്റെ വാണിംഗ് കാണിക്കുമെന്നല്ലാണ്ട് ഇതിപ്പോഴും വർക്കിംഗ് ആണ്. അപ്പോൾ ഏകദേശം ഒരു 12 മെഗാ പിക്സൽ ക്വാളിറ്റിയിൽ വരെ നമുക്ക് ഈ ഒരു പിക്സാർട്ട് യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഫോട്ടോസാണ്. അപ്പം ഇവിടെ ഞാൻ 2 ഫോട്ടോസാണ് എടുത്തിട്ടുള്ളത്. ആദ്യത്തേത് നമ്മുടെ ബസ്സിഡിൽ നമ്മുടെ ഏത് വണ്ടിയാണോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഫ്രണ്ട് പിക്ക്. ഏറ്റവും ബേസ് ആയിട്ട് നിങ്ങൾക്ക് പെർസ്പെക്റ്റീവ് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം, അല്ലെങ്കിൽ ഒറിജിനൽ വണ്ടിയുടെ അതേ ഷേപ്പിൽ കൊണ്ടുവരാൻ പഠിക്കണമെന്നുണ്ട്. ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ ഫ്രണ്ട് പിക്ക് എഡിറ്റ് ചെയ്യാൻ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പതിയെ നമുക്കൊരു താളം കിട്ടുന്നതായിരിക്കും, പിന്നെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വെഗ BMRൻ്റെ പിക്കാണ്. ഇനി അടുത്തത് രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ആ കാര്യമാണ്. സോ ഇതാണ് ഞാൻ ലൈവ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ എവർസ്റ്റാറിൻ്റെ ലൈക്കൻ്റെ പിക്കാണ്. അപ്പം ഈ ഒരു പിക്ക് എടുക്കാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന് വണ്ടിയുടെ ടോപ്പ്, അതേപോലെ തന്നെ വണ്ടിയുടെ സ്ട്രക്ചർ. ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈം എഡിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ മാക്സിമം ഒറിജിനൽ വണ്ടിയുടെ സ്ട്രക്ചർ ഉള്ള പിക്കുകളിൽ തന്നെ എടുക്കുക. അതായത് നിങ്ങൾക്ക് ഏത് വണ്ടിയാണോ ഏത് ലുക്കിലാണോ കിട്ടേണ്ടത്. ഇപ്പം 3 സ്ട്രക്ചറുകളാണ് നിലവിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ളത്. ഒന്ന് BMR വെഗ അല്ലെങ്കിൽ കപ്പല്ല, അങ്ങനെയുള്ള ഈ ഒരു ടോപ്പ് സ്ട്രക്ചർ. സെഡ് സ്ട്രക്ചർ, സെഡോണിൻ്റെ, സെഡ് വെഗയുടെ, സെഡ് കപ്പല്ലയുടെ, സെഡ് അസ്ത്രയുടെ ഒക്കെ BS6 ഒക്കെ വരുന്ന സെഡ് സ്ട്രക്ചർ. BMR സ്ട്രക്ചർ, BMR കൊമ്പും ആ ഒരു ആർഷമൊക്കെ വരുന്നത്. 3ൻ്റെ പിക്കുകൾ ഞാനിവിടെ കാണിച്ചേക്കാം. അപ്പം ഏത് ടൈപ്പാണോ നിങ്ങളുടെ വണ്ടി ആ ടൈപ്പിലുള്ള വണ്ടികൾ തന്നെ നോക്കി ചൂസ് ചെയ്യുക. അതായത് ഇപ്പം BMR വകയാണെങ്കിൽ BMR വകയ്ക്കകത്ത് തന്നെ എഡിറ്റ് ആക്കാൻ നോക്കുക, സെഡ് വക കണ്ടാൽ ഒഴിവാക്കി വിടുക. അടുത്തതെന്ന് വെച്ചാൽ ടോപ്പിൻ്റെ കളറാണ്.
മെയിൻലി നമ്മൾ ബസ്സിഡിൽ കൂടുതലും വൈറ്റോ ബ്ലാക്കോ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചില ടീമുകളുണ്ട് ഫുൾ എഡിറ്റ് ചെയ്യുന്നത്. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഹാഫ് എഡിറ്റിങ്, അതായത് ജസ്റ്റ് കവിളും ബോഡിയും മാത്രം എഡിറ്റ് ആക്കിക്കൊണ്ട് ടോപ്പ് ഒറിജിനൽ വണ്ടിയുടെ തന്നെ നിൽക്കത്തക്ക രീതിയിലാണ് എഡിറ്റ് ചെയ്യുന്ന രീതിയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എഡിറ്റിംഗ് സ്റ്റൈൽ. മറ്റേ രീതി വേണ്ടവർക്ക് അതും ചോദിക്കാവുന്നതാണ്. കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. ശേഷം നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബസ് ഓപ്പൺ ആക്കി നിങ്ങൾ ഏത് വണ്ടിയാണോ എടുക്കാൻ ഉദ്ദേശിക്കുക അത് അത്യാവശ്യം ലൈറ്റ് നോക്കി ഒരു പിക്ക് എടുക്കുക എന്നുള്ളതാണ്. ഈ ലൈറ്റിങ് നോക്കി പിക്ക് എടുക്കുന്നതും ഹൈ ക്വാളിറ്റിയിൽ ലിവർ ചെയ്യുന്നതും ലിവറി ബസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് ഓടിച്ചു വിടുകയാണ്, നിങ്ങളുടെ ടൈം മാക്സിമം കളയാതെ ബേസിക് മാത്രം പറഞ്ഞു തന്നുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യങ്ങളെ പറ്റിയുള്ള വീഡിയോ നമ്മൾ ഈ സീരീസിൽ ഇടുന്നതായിരിക്കും സപ്പോർട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ ശേഷം നിങ്ങൾ ബസ്സിൽ പിക്ക് എടുത്തു. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പിക്ക് ഞാൻ ഓൾറെഡി എടുത്തു. അപ്പോൾ പിക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പിക്സൽ ലാബ് ഓപ്പൺ ആക്കുക. പിക്സൽ ലാബ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഞാനിവിടെ ഇതിന് നെറ്റ് ആക്സസ് കൊടുത്തിട്ടില്ല, അതിൻ്റെ ഒരു വാണിംഗ് ആണ് താഴെ കാണിച്ചിട്ടുണ്ടെന്ന്. ശേഷം ഇവിടെ ക്യാൻസൽ കൊടുത്തിട്ട് ഈ ടെക്സ്റ്റ് കിടക്കുന്നത് മുകളിൽ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്, അത് ഞെക്കി അങ്ങ് ഡിലീറ്റ് ആക്കി വിടുക. ശേഷം ഇവിടെ താഴെ കുറേ ഒരു ഓപ്ഷൻ കാണാം, ഒരു 3 സർക്കിൾ, ഒരു എ, ഒരു ഹെക്സഗണ്, 2 സ്ക്വയർ, ഒരു ബ്രഷ്. ഇതിൽ ആ 2 സ്ക്വയർ ഉള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണിക്കുക. അതിനകത്തുനിന്ന് ഫ്രം ഗ്യാലറി എന്നുള്ളത് ചൂസ് ചെയ്യുക. ശേഷം ഈ ഫ്രം ഗ്യാലറിയിൽ നിന്ന് നേരെ ഇമേജസ് എടുത്തിട്ട് ഇമേജസിൽ ഏത് ഫോൾഡറിലാണോ നിങ്ങളുടെ ഇമേജ് കിടക്കുന്നത് ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. ഇപ്പം ഞാനിവിടെ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ട്യൂട്ടോറിയൽ എന്ന ഫോൾഡറിലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന ഏത് ആപ്ലിക്കേഷൻ, ഇപ്പോൾ ടെലഗ്രാം യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്നവർക്കാണ് ടെലഗ്രാമിൽ വന്ന് നടക്കും. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഡയറക്റ്റാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. എനിക്ക് ഇൻസ്റ്റാഗ്രാം എന്നൊരു ഫോൾഡറിലായിരിക്കും. പിന്നെ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നവർക്കാണ് ഡൗൺലോഡ് എന്നോ പിക്ചേഴ്സ് എന്നോ പറഞ്ഞുകൊണ്ടൊരു ഫോൾഡറിലായിരിക്കും വന്ന് നടക്കുക. അപ്പോൾ എനിക്കിവിടെ ട്യൂട്ടോറിയലിലാണ്, ഞാൻ ട്യൂട്ടോറിയൽ എടുത്തു. ട്യൂട്ടോറിയലിൽ 2 പിക്കും കാണിക്കുന്നുണ്ട്. അതിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇടേണ്ട പിക്ക് നമ്മുടെ ഈ ഒരു ഏത് പിക്കിന് മുകളിലാണോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് ആ ഒരു പിക്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് ടിക്ക് ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പം അത് ബാക്ക്ഗ്രൗണ്ടായിട്ട് വന്ന് കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പിക്കിന് മുകളിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ശേഷം ഈ ഹെക്സഗണ് അല്ലെങ്കിൽ 6 സൈഡുള്ള ആ ഷേപ്പിൽ തൊട്ടിട്ട് അതിനകത്ത് ഇമ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഓപ്ഷൻ കാണിക്കും. അതെടുത്തിട്ട് ഇനി ഇതിൻ്റെ മണ്ടയ്ക്ക് ഏത് പിക്കാണോ ഇടാൻ പോകുന്നത് ആ ഒരു പിക്ക് സെലക്ട് ചെയ്യുക. അതായത് നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ബസ്സിഡിൽ നിന്ന് എടുത്തു വെച്ചിരിക്കുന്ന ആ പിക്ക് എടുക്കുക. ഇപ്പം ഞാനിവിടെ ട്യൂട്ടോറിയലെല്ലാം തന്നെയാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഇത് ബസ്സിഡ് എന്ന ഫോൾഡറിലായിരിക്കും വന്ന് കിടക്കുക. കാരണം ബസ്സിഡിൽ നിന്ന് എടുക്കുന്ന പിക്കെല്ലാം ആ ഫോൾഡറിലായിരിക്കും. ഇനി മറ്റേതെങ്കിലും ഫോൾഡറിൽ നിങ്ങൾ മാറ്റിയിട്ടിട്ടുണ്ട് ആ ഫോൾഡറിൽ നിന്ന് ആ പിക്ക് എടുക്കുക. ശേഷം മാക്സിമം ക്രോപ്പ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ആ പോർഷൻ മാത്രം സെലക്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ എനിക്ക് കവിള് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു ബീഡിങ് വരെ എടുക്കുന്നുള്ളൂ. അപ്പോൾ മാക്സിമം ബീഡിങ് ഒഴിവാക്കാതിരിക്കാൻ നോക്കുക. നിങ്ങൾക്ക് കുറച്ച് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ട്. ശേഷം ടിക്ക് കൊടുത്തു കഴിയുമ്പം ഇവിടെ നമുക്ക് ആവശ്യമുള്ള പിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പിക്ക് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ താഴെ ഈ പിക്കിന് താഴെ കുറേ ഓപ്ഷൻസ് കാണിക്കും. ഇതിനകത്ത് ഒപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഏകദേശം 2 ഇമേജ് നിങ്ങൾക്ക് വൃത്തിയിൽ കാണത്തക്ക രീതി കുറയ്ക്കുക. ഇപ്പം എനിക്കിപ്പോൾ ഇവിടെ ഏകദേശം 2 പിക്കും നല്ല രീതിയിൽ കാണാം, ആ ബോർഡറിങ് ഒക്കെ നല്ല രീതിയിൽ കാണാം. അതുകൊണ്ട് ഞാനൊരു 49% ഒപ്പാസിറ്റിയിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ടിക്ക് കൊടുക്കുക. ശേഷം മുകളിൽ ഇവിടെ ഒരു സൂം ഓപ്ഷൻ ഉണ്ട്. ഒരു മാഗ്നിഫയിങ് ഗ്ലാസിൻ്റെ പടമുള്ള അതെടുത്തിട്ട് നിങ്ങൾക്ക് സൂം ചെയ്യുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ സൂം ചെയ്തു, ഈ ഒരു കോർണർ സെലക്ട് ചെയ്തു. സോ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ പിക്കിനും 4 കോർണർ കാണും. 4 കോർണേഴ്സ്. അപ്പോൾ ഈ 4 കോർണേഴ്സിലും നമ്മൾ കറക്റ്റായിട്ട് ഒറിജിനൽ വണ്ടിയുടെ കൂട്ട് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുക, ഏറ്റവും പ്രൊഫഷണലായിട്ട് നമുക്ക് ആ പിക്ക് കിട്ടുക. അപ്പോൾ വീഡിയോ ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഓടിച്ചിട്ട് പറയുന്നത്. എന്തെങ്കിലും ഡീറ്റെയിൽഡായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റയിലോ എല്ലാം മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. അപ്പോൾ ശേഷം താഴെ ഇവിടെ ഞാൻ പറഞ്ഞില്ല കുറേ ഓപ്ഷൻ. അപ്പോൾ ഒപ്പാസിറ്റി കഴിഞ്ഞ് കുറച്ചുകൂടി ഇങ്ങോട്ട് പോയി കഴിയുമ്പോൾ പെർസ്പെക്റ്റീവ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. അതെടുത്തിട്ട് ഈ എനേബിൾ ബട്ടൺ ഞെക്കിയതിന് ശേഷം ഈ സൂം എടുത്തിട്ട് കറക്റ്റ് ഈ ഒരു കോർണർ, അതായത് നമ്മുടെ ആ ബീഡിങ് തുടങ്ങുന്ന ഒരു പോർഷനിൽ വന്നിട്ട് മാഗ്നിഫയിങ് ഓഫ് ആക്കുക. അതിനുശേഷം ഓഫ് ആക്കിയതിന് ശേഷം മാത്രം ഈ ഒരു നമ്മുടെ ഒരു ഡോട്ട് പിടിച്ചിട്ട് ഏകദേശം ആ ഒരു കട്ടിങ് വരുന്ന രീതിയിൽ വെക്കുക. താഴെ ഒറിജിനൽ വണ്ടിയുടെ കട്ടിങ്, അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കറക്റ്റ് പിക്ക് വരത്തക്ക രീതിയിൽ. ശേഷം ഇത് തന്നെ ബാക്കി 4 സൈഡിനും ചെയ്യുക. കറക്റ്റ് ഒറിജിനൽ ബസ്സിൻ്റെ ആ ഒരു ബോഡി എവിടെ തീരുന്നോ അവിടെ തന്നെ വെച്ച് കട്ട് ചെയ്ത് വിടുക. അപ്പം ചിലപ്പോൾ നമ്മൾ ആദ്യമേ അഡ്ജസ്റ്റ് ചെയ്തതൊക്കെ ചെറിയ വ്യത്യാസം കാണും.
അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഇവിടെ ഓൾറെഡി ടോപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ താഴെ പെർസ്പെക്റ്റീവ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പം മുകളിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നതായിരിക്കും. ഇതുണ്ട്, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തേക്കുക. ശേഷം നമുക്ക് ജസ്റ്റ് 4 കോർണറും ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. നമുക്ക് സാറ്റിസ്ഫൈ ആണ്, നമ്മൾ ആ പെർസ്പെക്റ്റീവ് അഡ്ജസ്റ്റ് ചെയ്തതിന് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ഏകദേശം ഇവിടെ ഫ്രണ്ട് കവിള് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഒപ്പാസിറ്റി ഫുള്ളാക്കി നോക്കുക. ഇപ്പോൾ ഏകദേശം ആ ഒരു ഒറിജിനൽ വണ്ടിയുടെ സെയിം ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ടും സാധനങ്ങളും ഒക്കെ ഉണ്ട്, പിന്നെ കളറൊക്കെ മാച്ചിങ് ഒന്നുമില്ല, പേരൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇനി നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. അതിനു മുന്നേ വീണ്ടും നമ്മുടെ ആ ഒരു 2 സ്ക്വയർ ഉള്ള ഓപ്ഷൻ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ട്രാൻസ്പെറൻ്റ് ആവും. ശേഷം ഇവിടെ മുകളിൽ സേവ് ബട്ടൺ ഉണ്ട്. സേവ് ബട്ടൺ എടുത്തതിന് ശേഷം സേവ് എസ് ഇമേജിൽ എടുത്തതിന് ശേഷം PNG ഫോർമാറ്റിൽ ക്വാളിറ്റി അല്ലെങ്കിൽ ഡയമെൻഷൻസ് അൾട്ര എന്ന് കൊടുത്തിട്ട് സേവ് ടു ഗാലറി കൊടുക്കുക. ഇത് നമ്മുടെ പിക്ക് ക്വാളിറ്റി പോവാതെ തന്നെ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ശേഷം ഹോം അടിക്കുക. ഹോം അടിച്ച ശേഷം പിക്സാർട്ട് ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ പിക്സാർട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള വേരിയൻറ്റ് ഏതാണെന്ന് വെച്ചാൽ തപ്പിയെടുത്തിട്ട് ഏത് വേർഷൻ ആണെന്ന് വെച്ചാൽ അത് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ ഡൗൺലോഡ് ലിങ്ക് കൊടുക്കാം. ഫയലിന് പാസ്വേഡ് ഇടുന്നില്ല, കാരണം നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഫയൽ പാസ്വേഡ് കാണത്തില്ല, ജസ്റ്റ് നമ്മുടെ ബ്ലോഗ് സ്പോട്ട് വഴി ഡയറക്റ്റ് സബ്ടോൺ ലോക്കിലും ഇടുന്നില്ല, ജസ്റ്റ് നമ്മുടെ ബ്ലോഗ് സ്പോട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഷെയർ മോഡ്സിൻ്റെ ലിങ്ക് കിട്ടുന്നതായിരിക്കും. ശേഷം എഡിറ്റ് ഫോട്ടോ എന്നുള്ളത് ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആദ്യമേ ആഡ് ചെയ്യുക. ഇപ്പം ഞാനിവിടെ കുറേ ഇമേജസ് ഞാൻ എഡിറ്റ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സീരീസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ എഡിറ്റ് ആക്കാനും മാത്രമുള്ളൊരു കഴിവിലേക്ക് നിങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പം ഞാൻ മുകളിൽ ഇതുണ്ട് റീസെൻ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ ഫോൾഡേഴ്സ് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഞാൻ ട്യൂട്ടോറിയൽ ഫോൾഡറിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ ഫോൾഡർ ഇപ്പം നിങ്ങൾക്ക് ഏത് ഡൗൺലോഡ് ചെയ്യുന്നതാണോ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ചെയ്തതെന്ന് വെച്ചാൽ അതെടുക്കുക. ശേഷം ഇതേണ്ട ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആദ്യമേ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ വരുന്നതായിരിക്കും. ശേഷം ഇവിടെ കുറേ ഓപ്ഷൻസ് താഴെയുണ്ട്, അതിൽ ടൂൾസ് ഓപ്ഷൻ എടുക്കുക. ടൂൾസ് ഓപ്ഷൻ എടുത്തതിന് ശേഷം അവിടെ കുറേ ഓപ്ഷൻസ് കാണുന്നതായിരിക്കും. അതിനകത്ത് ആദ്യമേ തന്നെ റീസൈസ് ഓപ്ഷൻ എടുക്കുക. ശേഷം അതിൽ നിന്ന് ഈ വാല്യൂസ് അങ്ങ് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ടിപ്പം നമുക്ക് ഒരു 5 അക്ക നമ്പർ, ചുമ്മാ വലിയൊരു 5 അക്ക നമ്പർ അങ്ങ് ടൈപ്പ് ചെയ്തിട്ട് റീസൈസ് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു വാർണിംഗ് കാണിക്കും. ഇമേജ് cannot be larger than 12 മെഗാപിക്സൽ. 12 മെഗാപിക്സലാണ് ഇതിൻ്റെ മാക്സിമം സൈസ്. അപ്പോൾ ഇവർ ആദ്യമേ പറയുന്നത് 9800 ടൈപ്പ് ചെയ്ത് നോക്കാനാണ്. 9800 ഒന്നും കിട്ടില്ല, പകരം ഇതാണ് 3098, അതാണ് ഇതിൻ്റെ മാക്സിമം പിക്സൽ സൈസ്. ശേഷം അത് റീസൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ വരുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ പിക്ക് മാക്സിമം ക്വാളിറ്റിയിലാണ് കിടക്കുന്നത്. ശേഷം ഇനി ഇവിടെ അടുത്ത ചെയ്യേണ്ടത്, നമുക്ക് ഈ പിക്കിനകത്ത് കുറേ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് മാറ്റണം. അതിന് വേണ്ട റിമൂവ് ഓപ്ഷൻ അതിനകത്ത് തന്നെ ഉണ്ട്. ഇത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന പിക്സാർട്ടിൽ കിട്ടില്ല, ഇത് നമ്മൾ APK തന്നെ എടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പഴയ വെർഷൻ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. പുതിയ വെർഷൻ വേണമെന്നുള്ളവർ പറഞ്ഞാൽ മതി. നമുക്ക് പുതിയ, അതായത് അതിനകത്ത് ഇപ്പം കുറേ എക്സ്പാൻഡ് ഫീച്ചേഴ്സൊക്കെ പുതിയ വെർഷനിലുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് ബെസ്ഡിന് വലിയ എഡിറ്റിങ്ങിന് ആവശ്യമില്ല. നിങ്ങൾക്ക് പുതിയ വെർഷൻ്റെ APK വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നും തപ്പെടുത്തു തരാം. ശേഷം റിമൂവ് ഓപ്ഷൻ എടുത്തതിന് ശേഷം ആ ടെക്സ്റ്റ് മാത്രം വരത്തക്ക രീതിയിൽ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെയൊക്കെ അതിൽ കുറേ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതെല്ലാം സെലക്ട് ചെയ്യണം. പിന്നെ ഇവിടെ ഈ കളർ കൊടുത്തേക്കുന്നത് എനിക്ക് ആവശ്യമില്ല, അപ്പോൾ ഞാനതങ്ങ് റിമൂവ് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കീപ്പ് ചെയ്തിട്ട് അത് വേറെ ഏതെങ്കിലും കളർ വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ പേര് മൊത്തത്തിൽ അങ്ങ് കളയാണ്, കാരണം ഞാനിവിടെ പേര് വെക്കുന്നത് നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. അപ്പം പേര് നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് ചെയ്യാം, കാരണം ഇപ്പം തന്നെ ഇത് നല്ല ലെങ്ത് ആയിട്ടുണ്ട്. ജസ്റ്റ് പേര് ഇതൊന്ന് റീസ് ചെയ്ത് കളഞ്ഞു. ഇതൊക്കെ ഇത്തിരി മനസ്സമാധാനത്തിൽ ചെയ്യേണ്ടതാണ്, കാരണം നമുക്കൊരു എഡിറ്റ് ഏറ്റവും നല്ല രീതിയിൽ നന്നാവണമെന്നുണ്ട്. നമ്മൾ ഏറ്റവും ടൈം എടുത്ത് ചെയ്യുമ്പോഴേ അത് പെർഫെക്റ്റ് ആകത്തുള്ളൂ. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. പിന്നെ ഒരു ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ്. ശേഷം ഇത് ഇത്ര സെലക്ട് ചെയ്തതിനകത്തുള്ള നെയിം കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഇത് താഴെ റിമൂവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. റിമൂവ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് പ്രോസസ്സ് ആവുന്നതായിരിക്കും. ബേസിക്കലി ഒന്നുമില്ല, നമ്മുടെ പിക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ പിക്സൽ എടുത്തതുകൊണ്ട് അവരതങ്ങ് ക്ലിയർ ആക്കി തന്നു. ഇപ്പം എന്തായാലും നല്ല നീറ്റായിട്ട് അത്യാവശ്യം ഒറിജിനാലിറ്റിയോട് തന്നെ അതിനകത്തെല്ലാം പോയിട്ടുണ്ട്. നമുക്കിവിടെ ആവശ്യമുള്ളതെല്ലാം കിട്ടിയിട്ടുണ്ട്. ശേഷം ടിക്ക് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഇങ്ങോട്ട് താഴെ ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ആഡ് ഫോട്ടോ എന്നുണ്ട്. ആഡ് ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മുടെ ഏത് ഇമേജ് ആണോ നമ്മൾ ഇതിൻ്റെ മുകളിൽ എഡിറ്റ് ചെയ്യേണ്ടത്, അതായത് നമ്മുടെ പിക്ക് നമ്മൾ പിക്സൽ ലാബിൽ നിന്ന് പെർസ്പെക്റ്റീവ് അഡ്ജസ്റ്റ് ചെയ്ത ഒരു പിക്ക് ഉണ്ടല്ലോ, അതെടുത്തതിന് ശേഷം
മൊത്തത്തിൽ സ്കെയിൽ ചെയ്ത് അങ്ങ് വെക്കുക. ഇപ്പോൾ സ്കെയിൽ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ എന്തേ ഇവിടെ കറക്റ്റ് ബോർഡർ കാണുന്നുണ്ട്. ഇതേണ്ട കണ്ട അവിടെ വരും ബോർഡർ ലോക്ക് എന്നൊരു ഫീച്ചറുണ്ട്. കറക്റ്റ് ആ ബോർഡർ ലോക്കിൽ വന്നിട്ട് വെക്കുക. ശേഷം ഇവിടെ മുകളിൽ റേസ് ഓപ്ഷൻ ഉണ്ട്. അതെടുത്തിട്ട് ഈ ഇമേജ് ഇതേണ്ട് ഫുള്ള് ഹാർഡ്നെസ് ഫുള്ളാക്കിയ ശേഷം ഇൻവേർട്ട് കൊടുക്കുക. എന്നിട്ട് പയ്യെ വീണ്ടും ബ്രഷ് ചെയ്യുക. ബ്രഷ് ചെയ്യുമ്പം നമുക്ക് ആവശ്യമുള്ള പോർഷൻ മാത്രം ബ്രഷ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ പെട്ടെന്ന് ഈ ബ്രഷിങ് തീർത്തിട്ട് കാണിച്ചു തരാം. പിന്നെ ബ്രഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ബെസ്റ്റിലെ ബോർഡർ ഒറിജിനൽ പിക്കിൽ കാണാത്ത രീതിയിൽ തന്നെ വേണം നിങ്ങൾ ബ്രഷ് ചെയ്യാൻ. അപ്പോഴേ കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ വേണ്ടി ഇങ്ങനെയൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു വൃത്തികേടായിട്ട് തന്നെ അവിടെ നിൽക്കും. ഒരു ബോർഡർ പോലെ തെളിഞ്ഞ് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം മാക്സിമം റേസ് ചെയ്യാൻ. സോ ഇതുണ്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ റേസ് ചെയ്തു. ഞാൻ റേസ് ചെയ്ത് അന്നേരം തന്നെ ഞാൻ വീഡിയോ റെക്കോർഡിംഗ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഏകദേശം എന്തായാലും നമ്മൾ ഫ്രണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ റേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഇവിടെ ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. ടിക്ക് ഓപ്ഷൻ കൊടുത്തിട്ട് ജസ്റ്റ് ഈ ഇമേജിലെങ്ങും അല്ലാണ്ട് പുറത്തൊന്ന് തൊട്ടിട്ട് സൂം ചെയ്ത് നോക്കുമ്പോൾ രണ്ട് കളറാണ്. അതായത് നമ്മുടെ എടുത്ത പിക്ക് കുറച്ചുകൂടെ വാം ടോണും നമ്മുടെ ഒറിജിനൽ വണ്ടി കുറച്ചുകൂടെ കൂൾ ടോണുമാണ്. ഇതിന് രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് ചെയ്യാം. ഒന്നെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എവിടുന്നേലും ഒരു കട്ടൗട്ട് യൂസ് ചെയ്തിട്ട്, അതായത് നമ്മുടെ ഇമേജ് കട്ടൗട്ട് എടുത്തിട്ട്, അതായത് ഇപ്പം സപ്പോസ് ഇപ്പോൾ ഒന്നുകൂടെ നാട് എടുത്തിട്ട് വീണ്ടും നമ്മൾ എഡിറ്റ് ചെയ്യാൻ എടുത്ത് അതേ ഇമേജ് എടുക്കുക. ശേഷം ക്രോപ്പ് ഓപ്ഷൻ ഇവിടെ താഴെ തന്നെ ഉണ്ട്. ഈ വണ്ടിയുടെ ഈ വാം ടോണ് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സ്ക്വയറായിട്ട് കിട്ടുന്ന ഒരു പോർഷൻ എടുത്തതിന് ശേഷം ടിക്ക് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ കറക്റ്റ് ആ ഡോറ് വരുന്ന പോർഷനിൽ വേണ്ടി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതൊന്ന് നമ്മുടെ ഇറേസ് ഒക്കെ ചെയ്തെടുത്ത് കഴിയുമ്പോൾ അത് അത്യാവശ്യം സെറ്റ് ആവുന്നതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്ലെൻഡ് മൾട്ടിപ്ലൈ കൊടുത്താലും, അല്ല ബ്ലെൻഡ് മൾട്ടിപ്ലൈ പറ്റില്ലെന്ന് തോന്നുന്നു. എന്തായാലും അപ്പം സ്ക്രീന് കൊടുത്തതിന് ശേഷം അത്യാവശ്യം ഒന്ന് ഇറേസ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഈ വണ്ടിക്ക് ഒറിജിനൽ വണ്ടിയുടെ മുകളിൽ വരാത്ത രീതിയിൽ സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സെറ്റ് ആവുന്നതായിരിക്കും. ഇനിയല്ല ഈ പിക്ക് ഓവറോൾ ഒരു കൂൾ ടോൺ ആണ്. അപ്പം നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഒരു വൃത്തികേടായിട്ട് നിൽക്കും എന്നുണ്ടെങ്കിൽ നേരെ അഡ്ജസ്റ്റ് ഓപ്ഷൻ എടുക്കുക. ഇതിനകത്ത് ഇതേണ്ട ഇവിടെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. ബ്രൈറ്റ്നെസ്, കോൺട്രാസ്റ്റ്, ക്ലാരിറ്റി, സാച്ചുറേഷൻ, ഹ്യൂ, ഹൈലൈറ്റ്, ഷാഡോസ്, ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചറിൽ എമൗണ്ട് സ്ലൈഡർ കുറേ ലെഫ്റ്റിലോട്ട് കുറച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു വാം ടോണായി, ഒരു കൂൾ ടോണായി. ശേഷം കോൺട്രാസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ബ്രൈറ്റ്നെസ്സും ഒരു സ്വല്പമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സാച്ചുറേഷൻ, അങ്ങനെ ഏകദേശം എല്ലാ സ്ലൈഡറും കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കപ്പോൾ ഒരു ഊഹം കിട്ടും ഗൈസ്. നമുക്ക് ഏകദേശം ഇത് രണ്ടും ഒരേപോലെ ഇരിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. നേരെ പെട്ടെന്ന് ഈ കാണാം. അപ്പം ഞാൻ എന്തായാലും അത്രയും മെനക്കെടാൻ പോകുന്നില്ല. അത് സെറ്റായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്ക് കൊടുത്തിട്ട് അവസാനിപ്പിക്കാം. ഇനി എന്നിട്ടും ഇപ്പോഴും ഇവിടെ രണ്ടൊരു കളർ പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലും മാത്രം നമ്മളിവിടെ സെറ്റ് ചെയ്തതിന് ശേഷം ടിക്ക് കൊടുക്കുക, എല്ലാം സേവ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ആഡ് ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മുടെ ഒറിജിനൽ വണ്ടി ആ കളറാക്കുന്നതിന് പകരം നമ്മുടെ ബസ്സിലെ വണ്ടി നമ്മൾ എടുത്ത ആ ഒറിജിനൽ വണ്ടിയുടെ കളർ ടോൺ ആക്കാൻ പോവാണ്. അതിന് നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് എഡിറ്റ് ചെയ്ത് ആ പിക്ക് ഒന്നുകൂടെ എടുത്തതിന് ശേഷം അതിനകത്തൊന്ന് ക്രോപ്പ് പോയിട്ട് ഈ ഒരു വാം ടോൺ വരുന്ന കോൾ ടോൺ വരുന്ന ഏതെങ്കിലും ഒരു പോർഷൻ സെലക്ട് ചെയ്യുക. ശേഷം അത് വലിച്ചൊന്ന് നീട്ടിയിട്ട് ജസ്റ്റ് ഇതൊരു സോളിഡ് കളറല്ല, അപ്പോൾ ഒന്ന് സോളിഡ് കളർ ആക്കാൻ വേണ്ടി കുറച്ച് ബ്രൈറ്റ്നസ്സും ഒരു കോൺട്രാസ്റ്റും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്ലെൻഡിൽ നിങ്ങൾക്ക് ഒരു ഏകദേശം എല്ലാ ഓരോ ഓപ്ഷനും ഒന്ന് മാറ്റി പരീക്ഷിച്ച് നോക്കുക ഏതാണ് കുറച്ചുകൂടെ ഒരു കറക്റ്റ് കളർ ടോൺ കിട്ടുക എന്ന്. അപ്പോൾ എനിക്കിവിടെ ഈ ഒരു കളർ ടോണിലാണ് ഏറ്റവും നല്ല രീതിയിൽ അത് കിട്ടിയിട്ടുള്ളത്. ശേഷം അതെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഈ വണ്ടി മാത്രം ഒന്ന് പെയിൻറ്റ് ചെയ്ത് വിടാം. ഇത്രയോടെ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം നമ്മുടെ ഇതൊക്കെ സെറ്റ് ആവുന്നതാണ്. ശേഷം ബ്രൈറ്റ്നസ് കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആ ഒരു പിക്ക് കിട്ടും. പക്ഷേ ഞാൻ ഇതിനേക്കാട്ടിലും പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ഒറിജിനൽ കളർ നിർത്തിക്കൊണ്ട് നമ്മുടെ ബസ്സിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തായിരിക്കും. കാരണം അത് കുറച്ചുകൂടെ ഒരു വൃത്തി കിട്ടും വണ്ടിക്ക്. അപ്പം ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പിക്ക് ഏകദേശം ഇവിടെ റെഡിയാണ്. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ഇതേണ്ടേ ഒറിജിനൽ വണ്ടിയുടെ ലിപ്പ് കുറേ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിന് സിമ്പിളായിട്ടുള്ളൊരു ഓപ്ഷനാണ്. നമ്മൾ നേരത്തെ എടുത്ത റിമൂവ് ടൂള് ഒന്നുകൂടെ എടുക്കുക. ടൂൾസിൽ റിമൂവ് എടുത്തതിന് ശേഷം ഇതങ്ങ് ബ്രഷ് ചെയ്യുക. ബ്രഷ് ചെയ്തതിന് ശേഷം റിമൂവ് കൊടുക്കുക. ഇതിലും കുറച്ചുകൂടെ ക്വാളിറ്റി എഫിഷ്യൻ്റ് ആയിട്ടുള്ള വേറൊരു വഴിയുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ, അത് ഒരു ടൂളാണ് ഇതിനകത്ത് തന്നെയുള്ള, അത്
കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞറിയേണ്ടതുണ്ട്. കാരണം അത് കുറേ മൾട്ടിപർപ്പസ് ആയിട്ടുള്ളൊരു ടൂളാണ്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത് ഇത്ര കൂടെ ചെയ്ത് കഴിയുമ്പോൾ, ഈ ഒരു പ്രോസസ്സിങ് കൂടെ കഴിയുമ്പോൾ നമ്മുടെ പിക്ക് ഇവിടെ റെഡിയാണ്. ഏകദേശം അത് സെറ്റായിട്ടുണ്ട്. ഇത് ഇത്തിരി വല്ലാണ്ട് ഒരു മോശം രീതിയിലാണ് ഇതൊരു ഔട്ട്കം വന്നിരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് ബേസിക്കായിട്ട് തീരെയും എഡിറ്റ് ചെയ്യാൻ അറിയാത്തൊരു കൂട്ടുകാർക്ക് വേണ്ടിയുള്ളതാണ്. ഇനി നമുക്ക് നല്ല രീതിയിൽ ചെയ്യുന്നത് തൊട്ടടുത്ത വീഡിയോസിലെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. ശേഷം ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തതിന് ശേഷം മുകളിൽ തന്നെ സേവ് ഓപ്ഷൻ, ഡൗൺലോഡ് ഓപ്ഷൻ മുകളിൽ തന്നെ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഇനി ഇതിന് മുന്നേ തന്നെ ഇതിനകത്ത് പേരൊക്കെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ കുറേ ചടങ്ങുകളുണ്ട്. അതെല്ലാം നമ്മൾ മറ്റൊരു വീഡിയോയിൽ പേരൊക്കെ എങ്ങനെ കറക്റ്റ് പെർസ്പെക്റ്റീവ് അഡ്ജസ്റ്റ് ചെയ്യാം, ഏതൊക്കെയാണ് അതിന് യൂസ് ചെയ്യുന്ന ബ്ലെൻഡ് ടൂളുകൾ, ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് എങ്ങനെ വണ്ടിയിൽ ഷാഡോസും കാര്യങ്ങളും ഒക്കെ ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. വണ്ടി ഫുൾ എഡിറ്റ് എങ്ങനെ ചെയ്യാം, അതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മൾ പറഞ്ഞിട്ടുള്ള മൈൽ സ്റ്റോൺ 1K വ്യൂസും 100 ലൈക്കും, അത് രണ്ടും അച്ചീവ് ചെയ്യുക. അതോടൊപ്പം തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കിനി അടുത്തത് എന്ത് വേണം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിനെല്ലാം തന്നെ റിപ്ലൈ തന്നിരിക്കുന്നതായിരിക്കും. താഴെ പിക്സാർട്ടിൻ്റെ വേർഷൻ ഡൗൺലോഡ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യുക, എൻജോയ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.